Welcome to Sunrise English class. ഹലോ എവരിവൺ, ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെയിലി ഉപയോഗിക്കുന്ന ഏതാനും സെൻറ്റൻസസ് ആണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് സെൻറ്റൻസ്, നീ വരുമെന്ന് പറഞ്ഞു എന്നിട്ട് എന്താ വരാതിരുന്നത്? യു സെഡ് യു വുഡ് കം ബട്ട് ദെൻ വൈ ഡിഡിൻ യു? യു സെഡ് യു വുഡ് കം ബട്ട് ദെൻ വൈ ഡിഡിൻ യു? അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ചോദിക്കാം, വൈ ഡിഡിൻ യു കം ആസ് യു പ്രോമിസ്? വൈ ഡിഡിൻ യു കം ആസ് യു പ്രോമിസ്? നിങ്ങൾ വാഗ്ദാനം ചെയ്തതുപോലെ എന്തുകൊണ്ട് വന്നില്ല? അടുത്ത സെൻറ്റൻസ്, നേരത്തെ ആ സ്ഥലം സന്ദർശിച്ചതായി ഓർക്കുന്നില്ലേ? ഡോണ്ട് യു റീകോൾ? റീകോൾ എന്ന് പറഞ്ഞാൽ ഓർമ്മിക്കുക എന്ന മീനിങ് ആണ്. വിസിറ്റിംഗ് ദാറ്റ് പ്ലേസ് ഏർലിയർ. ഡോണ്ട് യു റീകോൾ വിസിറ്റിംഗ് ദാറ്റ് പ്ലേസ് ഏർലിയർ. വിസിറ്റിംഗ് എന്ന് പറഞ്ഞാൽ സന്ദർശിക്കുക, ഏർലിയർ എന്ന് പറഞ്ഞാൽ നേരത്തെ. അടുത്ത സെൻറ്റൻസ്, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആ സ്ഥലം സന്ദർശിച്ചിരുന്നു, ഇപ്പോൾ അത് ചെറുതായിട്ട് ഓർക്കുന്നുണ്ട്. ഐ വിസിറ്റഡ്. ഐ വിസിറ്റഡ് എന്ന് പറഞ്ഞാൽ ഞാൻ സന്ദർശിച്ചു എന്ന മീനിങ് ആണ്. ദാറ്റ് പ്ലേസ് ഇയേഴ്സ് എഗോ. ഇയേഴ്സ് എഗോ എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ്. ഐ റിമെമ്പർ. റിമെമ്പർ എന്ന് പറഞ്ഞാൽ ഓർമ്മിക്കുക. ഇറ്റ് എ ലിറ്റിൽ നൗ. ഐ വിസിറ്റഡ് ദാറ്റ് പ്ലേസ് ഇയേഴ്സ് എഗോ. ഐ റിമെമ്പർ ഇറ്റ് എ ലിറ്റിൽ നൗ. അടുത്ത സെൻറ്റൻസ്, എനിക്ക് അവധി കിട്ടിയില്ല, അതുകൊണ്ടാണ് വരാൻ കഴിയാഞ്ഞത്. ഐ ഡിഡിൻ ഗെറ്റ് ലീവ്. ഐ ഡിഡിൻ ഗെറ്റ് ലീവ് എന്ന് പറഞ്ഞാൽ എനിക്ക് അവധി കിട്ടിയില്ല എന്ന മീനിങ് ആണ്. ദാറ്റ്സ് വൈ. ദാറ്റ്സ് വൈ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. ഐ കുഡിൻ കം. ഐ ഡിഡിൻ ഗെറ്റ് ലീവ്, ദാറ്റ്സ് വൈ ഐ കുഡിൻ കം. അടുത്ത സെൻറ്റൻസ്, കുഴപ്പമില്ല, നമുക്ക് മറ്റൊരു ദിവസം പോകാം. ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന മീനിങ് ആണ്. ലെറ്റ്സ് ഗോ അനദർ ഡേ. അനദർ ഡേ എന്ന് പറഞ്ഞാൽ മറ്റൊരു ദിവസം. സെൻറ്റൻസ്, നീ അടുത്ത ഞായറാഴ്ച ഫ്രീ ആണോ? നമുക്ക് ഞായറാഴ്ച പോയാലോ? ആർ യു ഫ്രീ നെക്സ്റ്റ് സൺഡേ? നെക്സ്റ്റ് സൺഡേ എന്ന് പറഞ്ഞാൽ അടുത്ത ഞായറാഴ്ച. ഷാൽ വി ഗോ ഓൺ സൺഡേ? നമുക്ക് ഞായറാഴ്ച പോയാലോ? അതായത് എന്തെങ്കിലും ഒരു സജഷൻസ് പറയുവാൻ വേണ്ടി ഷാൽ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. അടുത്ത സെൻറ്റൻസ്, ഞാൻ ഞായറാഴ്ച വരികയാണെങ്കിൽ നിന്നെ അറിയിക്കാം. ഐ വിൽ ലെറ്റ് യു നോ. ഐ വിൽ ലെറ്റ് യു നോ എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ അറിയിക്കാം എന്ന മീനിങ് ആണ്. ഇഫ് ഐ കം ഓൺ സൺഡേ. ഐ വിൽ ലെറ്റ് യു നോ ഇഫ് ഐ കം ഓൺ സൺഡേ. അടുത്ത സെൻറ്റൻസ്, നിനക്കത് നേരത്തെ പൂർത്തിയാക്കാമായിരുന്നു. യു കുഡ് ഹാവ് കംപ്ലീറ്റഡ് ഇറ്റ് ഏർലിയർ. യു കുഡ് ഹാവ് കംപ്ലീറ്റഡ് ഇറ്റ് ഏർലിയർ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയാമായിരുന്നു. യു കുഡ് ഹാവ് ടോൾഡ് മീ ഇഫ് യു നീഡഡ് എനിത്തിങ്. യു കുഡ് ഹാവ് ടോൾഡ് മീ ഇഫ് യു നീഡഡ് എനിത്തിങ്. അതായത് ഒരു കാര്യം ചെയ്യാൻ കഴിയുമായിരുന്നു, പക്ഷേ ചെയ്തില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ കുഡ് ഹാവ് പ്ലസ് V3 ഉപയോഗിച്ച് പറയുവാനായിട്ട് സാധിക്കും. അടുത്ത സെൻറ്റൻസ്, എനിക്കിന്ന് ജോലിക്ക് പോകാൻ തോന്നുന്നില്ല. ഐ ഡോണ്ട് ഫീൽ ലൈക്ക്. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല എന്ന മീനിങ് ആണ്. ഗോയിങ് ടു വർക്ക് ടുഡേ. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഗോയിങ് ടു വർക്ക് ടുഡേ. സെൻറ്റൻസ്, ഇന്ന് എത്രാം തീയതിയാണ്? വാട്ട്സ് ദ ഡേറ്റ് ടുഡേ. വാട്ട്സ് ദ ഡേറ്റ് ടുഡേ. അടുത്തത്, ഇന്ന് തിങ്കളാഴ്ചയല്ലേ? ഈസിൻറ്റ് ഇറ്റ് മൺഡേ ടുഡേ. ഈസിൻറ്റ് ഇറ്റ് മൺഡേ ടുഡേ. അടുത്ത സെൻറ്റൻസ്, അവിടെ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു? ഹൗ ഈസ് എവരിത്തിങ് ഗോയിങ് ദർ. ഹൗ ഈസ് എവരിത്തിങ് ഗോയിങ് ദർ. അടുത്ത ഒരു ഇഡിയമാണ് ദ ബോൾ ഈസ് ഇൻ യുവർ കോർട്ട്. ഇറ്റ്സ് യുവർ ടേൺ ടു ടേക്ക് ആക്ഷൻ ഓർ മേക്ക് എ ഡിസിഷൻ. തീരുമാനമെടുക്കുകയോ നടപടിയെടുക്കുകയോ ചെയ്യുന്നത് നിങ്ങളുടെ ഊഴമാണ്. എക്സാമ്പിൾ നോക്കാം. ഐ ഹാവ് ഡൺ മൈ പാർട്ട്.
നൗ ദ ബോൾ ഈസ് ഇൻ യുവർ കോർട്ട്. ഞാൻ എൻ്റെ ഭാഗം ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ നീയാണ് തീരുമാനിക്കേണ്ടത്. അടുത്ത സെൻറ്റൻസ്, ഐ ഹാവ് ഗിവൺ യുവർ ഓൾ ദ ഇൻഫർമേഷൻ, ദ ബോൾ ഈസ് ഇൻ യുവർ കോർട്ട്. ഞാൻ നിൻ്റെ എല്ലാ വിവരങ്ങളും നൽകിയിട്ടുണ്ട്, ഇനി നീയാണ് തീരുമാനിക്കേണ്ടത്. അടുത്തത്, ഐ ഹാവ് മേഡ് മൈ സജഷൻ ബട്ട് ദ ബോൾ ഈസ് ഇൻ യുവർ കോർട്ട് ടു ഡിസൈഡ്. ഞാൻ എൻ്റെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്, പക്ഷേ തീരുമാനിക്കേണ്ടത് നീയാണ്. If you like this video, please do subscribe this channel. Thank you.